പാടുന്ന സമയം സ്വർഗം കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ പരിശുദ്ധമായ അൾത്താരയുടെ മുന്നിൽ ടിമിയും ജെറീനായും തങ്ങളുടെ പുതിയ കുടുംബജീവിതം ആരംഭിക്കുന്നതിനായിട്ട് അണഞ്ഞിരിക്കുകയാണ്. അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരുമായ നാം എല്ലാവരും അവരോടൊപ്പം ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. ഈ മഹനീയ മുഹൂർത്തത്തില് മേടയിൽ കുടുംബാംഗവും ഒരപ്പാങ്കൽ കുടുംബാംഗവും കുടുംബവും തമ്മിലുള്ള ആ വലിയൊരു ബന്ധം കൂടി ഇന്ന് തുടങ്ങുകയാണ്. കാരുണ്യവാനായ കർത്താവിന്റെ വലിയ കൃപ യാചിച്ചുകൊണ്ട് ഇവരുടെ കുടുംബജീവിതം സ്നേഹത്തിലും ഐക്യത്തിലും നിറഞ്ഞതാകണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ തിരുക്രമങ്ങളിൽ ഭക്തിപൂർവം നമുക്ക് പങ്കുചേരാം. തിരുനാമത്തിൽ ഒരുമയുടെ ബലി സ്തുതിഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. നിഷ്ഠാരോഗ്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനത്തോടുകൂടി
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രീ, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പുത്രഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും നിന്റെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ സമർത്ഥമായ മുന്തിരിവള്ളി പോലെയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്യമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ആദരിക്കുന്ന മനുഷ്യൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജീവിതകാലം മുഴുവൻ ഓർസേമിന്റെ നന്മ നീ കാണട്ടെ. മക്കളുടെ മക്കളെ കാണാൻ നിനക്കിടവരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടി. ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുൾ ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. കർത്താവേ, സ്തുതി ഞങ്ങൾ പാടുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന് നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ഉഷാംബാഹ് പോലേ അമ്മ ലലഹ പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പത്രോസിൽ എഴുതിയ 1-ാം ലേഖനത്തിന്റെ വായന 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണം. മിശിഹ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാകുക. ബാഹ്യമോടികളായ പിന്നെമുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായുടെ സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്നുകൊണ്ട് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 2 വചനങ്ങൾ 1 മുതൽ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ മണിക്കൂർ ഇനിയും ആയിട്ടില്ല. ഈശോയുടെ അമ്മ പരിചാരകരോട് പറഞ്ഞു, ഈശോ നിങ്ങളോട് പറയുന്നതെന്തായാലും അത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് ഈശോ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി വിവാഹമെന്ന കൂദാശ വഴി ബന്ധിതരാകുന്നവർക്ക് വേണ്ടി കർത്താവേ, വധൂവരന്മാരുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, വധൂവരന്മാരുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ കർത്താവേ, വധൂവരന്മാരുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവവചനമാകുന്ന ആത്മീയവിരുദ്ധനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ, നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ കർത്താവേ, വധൂവരന്മാരുടെ മേൽ കരുണയുണ്ടാകണമേ. വിവാഹബന്ധത്തിന്റെ അഭേദ്യതയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ,
പരസ്പര വിശ്വസ്തയോടും ചാരിത്രസ്ഥിതിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കർത്താവേ, വധൂവരന്മാരുടെ മേൽ കരുണയുണ്ടാകണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ, നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ കർത്താവേ, വധൂവരന്മാരുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹം എന്ന കുദാശയാൽ ബന്ധിതരാകുവാൻ പോകുന്നു. ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജെറീനയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ജെറീന, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ടിമ്മിയെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങളുടെ വിവാഹ ഉടമ്പടിയുടെ അടയാളമായി നിങ്ങൾ രണ്ടുപേരും പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കും. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിപ്പിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവം സഹിക്കുവാനും
നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധനായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതിവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടിയെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ.
ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. ക്ഷമിച്ചിടുവാണെന്നിൽ കരുത്തേകളെ എല്ലാം മറക്കാം വരമേകണേ. ക്ഷമിച്ചിടുവാണെന്നിൽ കരുത്തേകളെ എല്ലാം മറക്കാം വരമേകണേ. എല്ലാം മറക്കാം വരമേകണേ. പരിശുദ്ധമായ കൃപാവരത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവിതായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരൊക്കെ അവിടെ നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ഔന്നന്യമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രഹത്തെയും സാറയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നാഥനായ മാർ യോസേപ്പിന്റെയും മാധ്യസ്ഥ്യം ഇവരുടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും
പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിനു സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. ദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൽ തൊടുകുറിയുന്നു. നവദമ്പതിമാരെ ഭാവുകമരുളുന്നു, മഞ്ജുളാനികളാ മംഗളമരുളുന്നു. മംഗളമരുളുന്നു, പുതിയ കുടുംബത്തിൽ കതിരുകളുയരുന്നു, തിരുസഭ വിജയത്തിൽ തൊടുകുറിയുന്നു.
പുതിയ യുഗത്തിലും തനിമ പുലർത്തും ജ്ഞാനായ മക്കൾ വന്നണയുകയായി. പുതിയ യുഗത്തിലും തനിമ പുലർത്തും ജ്ഞാനായ മക്കൾ വന്നണയുകയായി. രണ്ടുപേരും ചേർന്ന് ദീപം തെളിച്ചുകൊണ്ട് വേദിയിലെ ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കുകയാണ്. നമുക്കറിയാം, ഇവരുടെ വിവാഹം വഴി രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുകയാണ്. ഒരപ്പാങ്കൽ ഫാമിലിയും മേടയിൽ ഫാമിലിയും. മേടയിൽ ഫാമിലിക്ക് വേണ്ടി ചിമ്മിയുടെ മാതാപിതാക്കൾ ശ്രീ ടോംസ് ജയന്തി ദമ്പതികൾ ദീപം തെളിക്കുന്നു. തുടർന്ന് ഒരപ്പാങ്കൽ ഫാമിലിക്ക് വേണ്ടി ജെറീനയുടെ മാതാപിതാക്കൾ ശ്രീ ജയൻ റെജിമോൾ ദമ്പതികൾ ചേർന്ന് ദീപം തെളിച്ചിരിക്കുന്നു. ഇവരുടെ ഭാവിയിലെ ജീവിതം എന്നുമെന്നും ഒളിമങ്ങാത്ത വെള്ളി നക്ഷത്രമായി തെളിഞ്ഞു പ്രകാശിക്കട്ടെ എന്ന് ഇവിടെ സമ്മേളിച്ച ഓരോരുത്തരുടെ പേരിലും സ്നേഹം ആശംസിക്കുന്നു. അടുത്തതായി നവദമ്പതിമാർക്ക് വാഴ് പിടിക്കുന്ന ചടങ്ങാണ്. വാഴ്വ് അഥവാ അനുഗ്രഹം നൽകുന്ന ഈ സമയത്ത് ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ ഈ ദമ്പതികളുടെ ജീവിതം സന്തോഷകരവും വിജയപ്രദമാക്കിയിരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മുടെ പൂർവ്വപിതാവായ യാക്കോബ് ജോസഫിനും റഘുവേൽ സാറായ്ക്കും അനുഗ്രഹം നൽകിയതിനെ ഇത് അനുസ്മരിപ്പിക്കുന്നു. വാഴ് പിടിക്കുവാനുള്ള അവകാശിയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മുത്തിനും വാഴു പിടിക്കട്ടെ. പാലത്തുരുത്ത് മേടയിൽ ടോംസിന്റെയും ജയനിയുടെയും മകൻ ടിമ്മിക്കും കീഴൂർ ജയൻ റെജിമോൾ ദമ്പതികളുടെ മകൾ ജെറീനയ്ക്കും വാഴു പിടിക്കട്ടെ. വാഴു നൽകൽ ചടങ്ങ് പൂർത്തിയായിരിക്കുകയാണ്. അടുത്ത ചടങ്ങ് മണവാളുടെ മണവാട്ടിക്കും പാലും പഴവും നൽകുന്ന ചടങ്ങാണ്. മേലിൽ ഭാര്യയും ഭർത്താവും രണ്ടുപേരല്ല ഒന്നാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. നവദമ്പതിമാർക്ക് പാലും പഴവും നൽകൽ. ും
പാലും പഴവും നൽകൽ ചടങ്ങ് പൂർത്തീകരിക്കുകയാണ്. അടുത്ത ചടങ്ങ് നവദമ്പതിമാർക്ക് കച്ച തഴുകുന്ന ചടങ്ങാണ്. കച്ച തഴുകുവാനായി പെണ്ണിന്റെ അമ്മാച്ചന്റെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നല്ല കൈയിലൂടെ അമ്മാച്ച വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയില് കൊടുത്തേ, അമ്മാച്ചൻ പ്രോത്സാഹനം. താങ്ക് യു. നമ്മുടെ ജ്ഞാനായ പാരമ്പര്യമനുസരിച്ച് ഞെട്ടും പാലുമിട്ട് കത്രിക പൊട്ടിട്ട് തലയിൽ കെട്ടി 3 പ്രാവശ്യം സഭയോട് അനുവാദം ചോദിച്ച ശേഷം നവദമ്പതിമാർക്ക് അമ്മാച്ചൻ കച്ച തഴുകുന്നതായിരിക്കും. കച്ച തഴുകട്ടെ. മണവാള ചെറുക്കനും മണവാട്ടി പെണ്ണിനും കച്ച തഴുകട്ടെ. നമ്മുടെ ടിമിക്കും മുത്തിനും കച്ച തഴുകട്ടെ. തുടർന്ന് അമ്മമാർ നവദമ്പതിമാരെ മാല അണിയിച്ച് ആദരിക്കുന്ന മനോഹരമായ ചടങ്ങാണ്. ഇപ്പോൾ ജിമ്മിയുടെ അമ്മ ജെറീനയെയും ജെറീനയുടെ അമ്മ ജിമ്മിയെയും ഇപ്പോൾ മാല അണിയിച്ച് ആദരിക്കുന്ന മനോഹരമായ ചടങ്ങിലേക്ക് നാം പ്രവേശിക്കുന്നു. അമ്മമാർക്ക് നല്ലൊരു കൈയടി പ്ലീസ്. താങ്ക് യു. മാല നവദമ്പതിമാരെ അണിയിക്കുവാനായി അമ്മമാരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ചിഹ്നത്തോട് ചിഹ്നം
താങ്ക് യു. ഇനി പരസ്പര സ്നേഹത്തിന്റെ പ്രതീകമായി ജിമ്മിയും ജെറീനയും ചേർന്ന് കേക്ക് മുറിച്ച് മധുരം പങ്കുവയ്ക്കാൻ പോവുകയാണ്. തുടർന്ന് നാം കേക്ക് കട്ടിംഗ് സെറമണിയിലേക്ക് പ്രവേശിക്കുന്നു. തങ്ങളുടെ ഭാവിയിലെ ജീവിതം മധുരതരമായി തീരട്ടെ എന്ന ആശംസയുടെ പ്രതീകമായി ജിമ്മിയും ജെറീനയും ചേർന്ന് ഇപ്പോൾ കേക്ക് മുറിച്ച് മധുരം പങ്കുവയ്ക്കുന്ന മനോഹരമായ ചടങ്ങിലേക്ക് നാം പ്രവേശിക്കുകയാണ്. തുടർന്ന് ജിമ്മിയും ജെറീനും ചേർന്ന് ഷാമ്പെയിൻ ടോസ്റ്റ് ചെയ്യുന്ന മനോഹരമായ ചടങ്ങിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഷാമ്പെയിൻ ടോസ്റ്റിംഗ് ആണ് അടുത്തത്. ജിമ്മിക്കും ജെറീനയ്ക്കും ഇവിടെ സംബന്ധിച്ച ഓരോരുത്തരുടെ പേരിലും പിറവം കിങ്സ് വോയിസ് ഓർക്കസ്ട്ര പേരിലുമുള്ള വിവാഹാശംസകൾ ഏറെ സ്നേഹപൂർവ്വം നേരുന്നു. ഷാമ്പെയിൻ ടോസ്റ്റിംഗിലേക്ക് തുടർന്ന് നാം കടക്കുകയാണ്. ായിത്തമ്മൻ കൊടുങ്ങല്ലൂരിൽ അന്ന് കൊളുത്തിയ ദീപശിഖ രക്തം നൽകി ജീവൻ നൽകി തലമുറ തലമുറ കൈമാറി കെടാതെ നമ്മൾ സൂക്ഷിപ്പിച്ചു.
പ്രിയമുള്ളവരെ, വേദിയിലേക്ക് ഉടൻ തന്നെ ടിമ്മിയുടെയും ജെറീനയുടെയും അമ്മാച്ചന്മാരെ നമുക്ക് നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ഇപ്പോൾ വേദിയില് ടിമ്മിയുടെ അമ്മാച്ചന്മാർ, ജെറീനയുടെ അമ്മാച്ചന്മാർക്ക് കൈ കഴുകുവാനുള്ള വെള്ളം നൽകി, കോഴിത്തട നൽകി സദ്യക്ക് ക്ഷണിക്കുന്ന മനോഹരമായ ചടങ്ങിലേക്ക് നാം പ്രവേശിക്കുന്നു. അമ്മാച്ചന്മാർ നിറഞ്ഞ കയ്യടിയോടെ വേദിയിലേക്ക് ക്ഷണിക്കുക. നല്ല കൈയടി പ്ലീസ്. താങ്ക് യു. അമ്മാച്ചന്മാരെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ടിമ്മിയുടെ അമ്മാച്ചന്മാർ, ജെറീനയുടെ അമ്മാച്ചന്മാർക്ക് കൈ കഴുകുവാനുള്ള വെള്ളം നൽകി, കോഴിത്തട നൽകി സദ്യക്ക് ക്ഷണിക്കുന്നു. അതോടുകൂടി സദ്യ ആരംഭിക്കുകയാണ്. ആളുകളോട് പരവെട്ടി മണ്ണിൽ മൃഗങ്ങളെ
താങ്ക് യു. ദയచేത് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ വീക്ഷിക്കാവുന്നതാണ്. നമുക്ക് സമയം കളയാതെ എല്ലാവരും തന്നെ തിരക്ക് കൂട്ടാതെയും ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇവിടുത്തെ മറ്റു ചടങ്ങുകളൊക്കെ വീക്ഷിക്കാവുന്നതാണ്. താങ്ക് യു. നിങ്ങളുടെ ശ്രദ്ധയെ വേദിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇപ്പോൾ വേദിയിൽ നമ്മുടെ പ്രിയങ്കരിയായ നമ്മുടെ ജെറീനയുടെ പപ്പ ശ്രീ ജയൻ ഒരപ്പാങ്കൽ ചേർന്ന് ഒരു അടിപൊളി ഡാൻസ് Da 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 da
അമ്മാച്ചമാർക്ക് ഒത്തിരി സ്നേഹപൂർവ്വം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നല്ലൊരു കൈഡി അമ്മാച്ചമാർക്ക് പ്രോത്സാഹനമായി. താങ്ക് യു വെരി മച്ച്. മകൾ വളർന്നാലും അച്ഛന്റെ ഉള്ളിൽ അവളൊരു താമരത്തുമ്പിയല്ലേ, ചെല്ലക്കുറുമുഖത്തിൽ ചിണുങ്ങുന്ന ചുണ്ടരി ഭാവയല്ലേ. ഡാൻസ് ആണ്. നല്ലൊരു കൈഡി കൊടുക്കാം പ്ലീസ്. നല്ലൊരു കൈഡി. താങ്ക് യു, താങ്ക് യു. ഓക്കെ. Found a love for me, darling, just dive right in, follow my lead, beautiful and sweet. Well, I never knew you were the someone waiting for me. I've died every day waiting for you. Darling, don't be afraid. I have loved you for 1,000 years. I love you for 1,000